ഇന്ന് നമ്മുടെ ഫ്ലോറിലേക്ക് എത്തുന്ന അതിഥി മറ്റാരുമല്ല, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട നടൻ ഷെയ്ൻ നിഗൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഷെയ്നെ വെൽക്കം ചെയ്യാം. ഷെയ്ൻ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. പ്രധാനമായിട്ട് അറിയേണ്ട ബൾട്ടിയുടെ വിശേഷമാണ്. പക്ഷെ അതിനു മുൻപ് ഇന്ന് നമ്മുടെ മലയാള സിനിമാ ലോകം അല്ലെങ്കിൽ നമ്മുടെ സിനിമാ പ്രേമികളുടെയൊക്കെ ഒരു വലിയ വിശേഷവും കുറച്ച് നാളുകളായിട്ട് കാണാനിരുന്ന ഒരു കാഴ്ചയുമായിരുന്നു. മെഗാസ്റ്റാർ ഒരു 7 മാസം വിട്ടു നിൽക്കുകയായിരുന്നു. അദ്ദേഹം വീണ്ടും ഒരു സെറ്റിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഷെയ്ൻ എത്രത്തോളമാണ്, അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ആദ്യം തന്നെ ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയായിരുന്നു. പിന്നെ ഇന്നലെയാണ് ആ ഒരു ഒഫീഷ്യലി ന്യൂസ് വന്നത്, തിരിച്ച് ജോയിൻ ചെയ്തോന്ന്. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും ലെജൻഡറി ആയ ഒരു ആക്ടറിന്റെ തിരിച്ചുവരവാണ് അത്. എല്ലാ മലയാളികളെ പോലെയും ഞാനും മിസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇന്നലെ അത് ഒഫീഷ്യലി കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഓക്കെ ഷെയ്ൻ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷെയ്ൻ്റെ ഒരു 25ാമത്തെ സിനിമ കൂടിയാണ് ബൾട്ടിന്ന്. ബൾട്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഷെയ്ൻ? ബൾട്ടി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറങ്ങിയത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മേളിലായിരുന്നു അതിന്റെ റെസ്പോൺസും കാര്യങ്ങളും. ഇന്നലെയും കൂടെ ഞാൻ കുറച്ച് തിയേറ്റർ വിസിറ്റുകളൊക്കെ നടത്തിയിരുന്നു. നേരിട്ട് ജനങ്ങളിൽ നിന്നും ആ സ്നേഹം അറിയാൻ പറ്റി. യുനാനിമസ്ലി വളരെ നല്ല റെസ്പോൺസും റിവ്യൂസും ആണ് സിനിമയ്ക്ക് വരുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഇന്നിപ്പോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയായിരുന്നു, ഇന്നിപ്പോ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഷെയ്ൻ നിഗാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറാമാൻ അരുൺ പറയുമായിരുന്നു, ഇന്നലെയാണ് ഞാൻ ബൾട്ടി കണ്ടത്. എനിക്ക് പല ഭാഗങ്ങളും കാണുമ്പോഴത്തേനും അദ്ദേഹത്തെ കൂടെ ഓർമ്മ വന്നു. പല സീനുകളും വരുമ്പോഴത്തേനും ഷെയ്നും അച്ഛനുമായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഒക്കെ ഫീൽ ചെയ്തു എന്ന് പറയുമായിരുന്നു. താങ്ക് യു. വലിയൊരു കാര്യം. കാരണം വാപ്ചി ഇന്നില്ല, പക്ഷെ എന്നിലൂടെ വാപ്ചിനെ ഓർക്കുന്നുണ്ടല്ലോ. അത് വലിയൊരു സന്തോഷം, അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ സിനിമ ഒരു പിള്ളേർ സെറ്റ് അടിപടം എന്നുള്ള രീതിയിലാണ് പടം ഇറങ്ങിയത്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമുള്ള തിയേറ്റർ വിസിറ്റെല്ലാം നടത്തുമ്പോൾ ഒരുപാട് ഫാമിലീസും കൊച്ചുങ്ങളും പടത്തിന് കയറിയിട്ടുണ്ട്. അവരെല്ലാരും ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു, കണക്റ്റായി. കാര്യം ഇതിനകത്ത് ഫൈറ്റുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കഥാ സന്ദർഭങ്ങളാണ്. ഒരു യൂത്ത് സെൻട്രിക് മാത്രമല്ല, ഫാമിലിക്കും കൂടെ കണക്ട് ആവുന്നു എന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും ഷെയ്ൻ, കാരണം ഒരു കംപ്ലീറ്റ് ആക്ഷൻ സിനിമ എന്നാണ് ആദ്യം ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒക്കെ വന്നത്. നമ്മളിപ്പോൾ അതിന്റെ ട്രെയിലറും കാര്യങ്ങളും കണ്ടപ്പോഴും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴാണ് ഇതൊരു ഇടിപ്പടം അല്ല, ഇതിൽ ആക്ഷൻ ഉണ്ട്, പ്രണയമുണ്ട്. അത് മാത്രമല്ല വലിയ പ്രാധാന്യത്തിൽ കുടുംബ ബന്ധങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോൾ മാത്രമേ അത് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ അല്ലേ? കറക്റ്റ്. കണ്ട പ്രേക്ഷകർക്കാണ് നമ്മളിപ്പോ സിനിമയെ പറ്റി പറയുമ്പോൾ കൂടുതലായിട്ടും കണക്ട് ആവുള്ളൂ. എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ ഒരുപാട് ഫാമിലീസും കൂടി ഈ സിനിമ കയറി കാണുമെന്നുള്ളൊരു തോന്നല് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തിയേറ്റർ വിസിൽ പോയതിനു ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം എല്ലാത്തരം ഓഡിയൻസിലേക്ക് ഒരു സിനിമ, ഒരു കൊമേഴ്ഷ്യൽ സിനിമ, ഒരു തിയേറ്ററിക്കൽ ഫിലിം എത്തുന്നു എന്ന് കാണുന്നിടത്താണ് നമ്മൾ ചെയ്ത ഒരു എഫേർട്ടിനുള്ള ഒരു പൂർണ്ണതയിലേക്ക് എത്തുക. അത് വരും ദിവസങ്ങൾ ഇപ്പൊ ഈ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്, വരും ദിവസങ്ങൾ സംഭവിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ നിശ്ചയമായിട്ടും, കാരണം ഞാനൊക്കെ സിനിമ കാണാൻ പോകുമ്പോഴത്തേനും തിയേറ്റർ ഫുള്ളായിരുന്നു. ഷെയ്ൻ്റെ ഈ ആക്ഷൻ രംഗ സിനിമയിൽ ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് ആ ഹോട്ടൽ ഫൈറ്റും ആ ഗോഡൌൺ ഫൈറ്റും പിന്നെ ക്ലൈമാക്സ് പറയണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ച് റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മുന്നേ ആയിട്ട്? ഉണ്ടായിരുന്നു. നമുക്കൊരു 40-45 ദിവസത്തോളം പാർക്കോർ ട്രെയിനിങ്ങും കബഡി ട്രെയിനിങ്ങും ഈ പടത്തിന് മുമ്പായിട്ട് നമ്മൾക്ക് എല്ലാവരും എടുത്തിരുന്നു. നമ്മളുടെ 4 പേരല്ലാതെ തന്നെ ഈ പടത്തിൽ കബഡി ഇതൊക്കെ ചെയ്യുന്ന എല്ലാരെയും കൊണ്ടും ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ക്ലൈമാക്സ് ഫൈറ്റിന് മുമ്പ് ഒരു 2 ദിവസം നമുക്കൊരു ട്രെയിനിങ്. ആ ഒരു ഫൈറ്റ് കാര്യം കൺജസ്റ്റഡ് ആയ സ്പേസ് ആണല്ലോ, ഒരു ലോഡ്ജിൽ മാത്രമായിട്ടാണ്. അപ്പൊ അവിടെ നമ്മളുടെ ടൈമിങ്ങും കാര്യങ്ങളും, കാര്യം അവിടെ നമ്മൾ ഒരാൾ നിന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരെ ആയതുകൊണ്ട് ആ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്യാൻ നമുക്കൊരു 2 ദിവസം ആ ഒരു ഷൂട്ട് എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു, പ്രപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. ഈ കബഡി പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു? പക്ഷേ നേരത്തെ കബഡിയൊക്കെ കളിച്ച എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ കബഡി രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കബഡി അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. ഗില്ലി എന്ന പടം അതിൽ മാത്രമേ ഞാൻ കബഡി സത്യം പറഞ്ഞ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഉണ്ണി വന്ന് ഈ കഥ പറയുമ്പോഴത്തേക്കും ഈ സിനിമ അതാണ്, ഇതൊരു കബഡി പടം മാത്രമല്ല,
അവിടെയാണ് നമ്മൾക്ക് ഇതിനോടുള്ള ഒരു അട്രാക്ഷൻ കൂടിയത്. സാധാരണഗതിയിൽ ഒരു സ്പോർട്സ് സിനിമ പറയുമ്പോൾ ക്ലൈമാക്സിൽ നായകന്റെ ടീം ഒരു കബഡി മാച്ച് ഉണ്ടാവും, അവിടെ ഒരു ജയം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് പൊതുവെ ഒരു ക്ലീഷേ ടെംപ്ലേറ്റ് പോവുക. ഇത് ഒരു കബഡി ഇതിലെ ഒരു കഥാപാത്രം പോലെ തന്നെയാണ് ഉണ്ണി ശിവലിംഗം ഇതിന്റെ ഡയറക്ടർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ പിന്നീട് ഇതിന്റെ പ്രാക്ടീസും ഇതെല്ലാം തുടങ്ങിയതിന് ശേഷമാണ് ഓക്കെ കബഡി ഇത്രയും ഹരമുള്ള ഒരു കളിയാണെന്നും അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ ഒരു നിയർ ടു എന്താ പറയാ ഒരു ഗുസ്തി പോലത്തെ തന്നെ ഉള്ള ഒരു കളിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ചിത്രീകരണത്തിന്റെ ഇടയിൽ ചെറിയ പരിക്കുകളല്ല, അത്യാവശ്യം നല്ല പരിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായി. ഒരു ഘട്ടത്തിൽ ഒരു സിറ്റുവേഷനിൽ ഞാനിതില് സെക്കൻഡ് കബഡി മാച്ചിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികേനെ കാണുന്ന ഒരു രംഗമുണ്ട് അറിയാതെ. എന്നിട്ട് എന്റെ ഫോക്കസ് തെറ്റി എന്നെ അടിച്ച് താഴത്തേക്ക് ഇടും. ആ താഴത്തേക്ക് ഇടുന്ന ഒരു ഷോട്ട് എടുത്ത സമയത്ത് നേരെ പോയി എന്റെ തലയുടെ ബാക്കാണ് ഇടിച്ചത്. കാര്യം റബ്ബർ മാറ്റ് ആണെങ്കിലും അത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലാക്ക് ഔട്ട് ആയി പോയി. അപ്പോ അന്നത്തെ ദിവസം ഇച്ചിരി പാനിക് ആയി പോയി. ഈ പറഞ്ഞ പോലെ MRI സ്കാനും പരിപാടികളൊക്കെ എടുത്ത്, പക്ഷെ ചെറിയ മൈനർ ആയിട്ടുള്ള ചെറിയ ഇഞ്ചുറി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് എനിക്ക് അടുത്ത ദിവസം മുതൽ എനിക്ക് ചെയ്യാൻ പറ്റി. അത്ര കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത്. നമ്മളിപ്പം ഈ സ്ക്രീനിൽ വരുന്ന സമയത്ത് നമ്മളൊരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പോയി ഒരു ടിക്കറ്റ് എടുത്ത് പടം കാണുന്നു. പക്ഷെ അതിന്റെ പിന്നിലെ എത്ര മനുഷ്യരുടെ കഷ്ടപ്പാടാണ്, എത്ര റിസ്ക് എടുത്തിട്ടാണ് ഓരോ സീനുകളും ഷൂട്ട് ചെയ്യുന്നതാണ്. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫിസിക്കലായ ഹാർഡ് വർക്ക് സാധാരണഗതിയിലുള്ള ഒരു പടത്തിനേക്കാൾ ഒരുപാട് മേളിലായിരിക്കും. കാര്യം ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ അല്ലെ പടം കണ്ടവർക്കായിരിക്കും കൂടുതൽ ഇത് ഞാൻ ഈ പറഞ്ഞാലും മനസ്സിലാവും. പിന്നെ നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങൾക്കൊരു നല്ലൊരു സിനിമ കൊടുക്കുക, ബാക്കി ജനങ്ങളാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ നമ്മളുടെ കഷ്ടപ്പാട് പറയുന്നേക്കാളും ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്താൽ, അത് തന്നെയാണ് എനിക്ക് വരുന്ന കമന്റ്സിലും അല്ലെങ്കിൽ റിവ്യൂസിലും എല്ലാം വരുന്നത്, ഇട്ട എഫേർട്ട് കാണാനുണ്ടെന്നുള്ളതാണ്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. സത്യസത്യം അത് കറക്റ്റാണ് ഷെയ്ൻ. കാരണം ഇതിന് മുൻപ് നമ്മൾ കണ്ടുള്ള ഷെയ്ൻ നിഗത്തിന്റെ പടം പോലെ അല്ല ബൾട്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു ചേഞ്ച് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഷെയ്ൻ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പടം കൂടിയാണ്. കാരണം ഇപ്പം വാളെടുത്തവൻ വാളാലെയെന്നോ അല്ലെങ്കിൽ ആരെ വിശ്വസിക്കണം, ഒപ്പമുള്ളവരെ തന്നെ നമുക്ക് കൊണ്ടു നടക്കുന്നവരെ തന്നെ വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറച്ചൊരു മെസ്സേജുകൾ കൂടി നൽകുന്ന ഒരു പടമായിരുന്നു. അതെ, സിറ്റുവേഷനലി ആണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ കഥാ പശ്ചാത്തലം എന്നുള്ളത് അപ്പുറത്തേക്ക് അതിന്റെ സ്ക്രീൻ പ്ലേയിലൂടെയാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരുന്നത്. ഒരു ചെറിയൊരു ഡയലോഗോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സീനിലൂടെയാണ് അടുത്തൊരു വലിയൊരു കാര്യം ഈ പടത്തിൽ സംഭവിക്കുന്നത്. അപ്പോ അതായത് ഒരു സെയിം ടൈം ഓർഗാനിക് ആണ് ഈ സിനിമ, എന്നാൽ സെയിം ടൈം ഒരു സിനിമാറ്റിക് കൊമേഴ്ഷ്യൽ എലമെന്റുകളുള്ള ഒരു തിയേറ്ററിക്കൽ പടം. ആ ഒരു രീതിയിലാണ് ഇപ്പോ കിട്ടുന്ന റെസ്പോൺസ് മൊത്തം. അതെ അതെ അതെ. ഇപ്പൊ ബൾട്ടിയില് നമുക്ക് വേറൊരു കാര്യം, വലിയൊരു ഹിറ്റ്, വലിയൊരു വിശേഷം ജാലക്കാരിയാണ്. ജാലക്കാരിയുടെ വിശേഷങ്ങൾ പറയാം. അതും നമ്മുടെ സായ് അഭയങ്കർ ഷോർട്ട് ടൈമിൽ വരുന്നു, പാട്ട് 1 ഹിറ്റ് ആവുന്നു. എന്താണ് ജാലക്കാരിയുടെ വിശേഷം? ജാലക്കാരിയുടെ വിശേഷം ആദ്യമേ തന്നെ ഈ സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ സർപ്രൈസ് ആണ്. ഞാൻ ഈ സിനിമ എന്റെ അടുത്ത് ഉണ്ണി കഥ പറയാൻ വരുമ്പോ, ഇതിന്റെ ഡയറക്ടർ കഥ പറയാൻ വരുമ്പോ ഞാൻ പറഞ്ഞു, ഉണ്ണി ഇതൊരു ബിഗ് സ്കെയിൽ തമിഴ് പടം പോലെയാണ് ഈ പടം ഇരിക്കുന്നത്, ഇത് അങ്ങനെ എടുത്താൽ മാത്രമേ വർക്കാവുള്ളൂ, അപ്പൊ നല്ലൊരു പ്രൊഡക്ഷൻ വന്നാൽ നോക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഉണ്ണീനെ പറഞ്ഞു വിട്ടത്. പിന്നെ എന്തോ ഒരു നിയോഗം പോലെ സന്തോഷ് ടി കുരുവിള സാർ, സന്തോഷ് ചേട്ടൻ പടത്തിൽ വരുന്നു, ബിനു ചേട്ടൻ സന്തോഷ് ചേട്ടന്റെ പാർട്ട്ണർ വരുന്നു. അങ്ങനെ ഇതെല്ലാം വന്നിട്ട് സിനിമയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു വലിപ്പത്തിലേക്ക് എത്തിക്കാനാണ് ഈ പ്രൊഡ്യൂസേഴ്സ് നോക്കിയത്. സാധാരണഗതിയിൽ പ്രൊഡ്യൂസേഴ്സ് എല്ലാം ചുരുക്കാനാണ് നോക്കുക. അങ്ങനെ അത്ഭുതം പോലെ സായ് അഭ്യങ്കറിന്റെ പേര് പറയുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ അന്ന് അത്രയും ട്രെൻഡിങ് ആണ്, ഇന്നും അത്രയും ട്രെൻഡിങ് ആയ മ്യൂസിക്കുകൾ ഇറക്കിയിട്ടുള്ള ഒരാള്. അപ്പൊ സായി അന്ന് ഇതുവരെ അന്നത്തെ അവസ്ഥയിൽ അവൻ വേറൊരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ണി പോയി കഥ പറയുന്നു, സായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. പിന്നെ അടുത്ത ട്വിസ്റ്റ്, സെൽവരാഘവൻ സാറ് ഈ പടത്തിലേക്ക് ഇന്നാവുന്നു എന്ന് പറയുന്നു. ഇത്രയും ലെജൻഡറി ആയ ഡയറക്ടർ, അത് നമുക്കൊരിക്കലും എന്റെ വില്ലനായിട്ടാണെന്ന് അതൊക്കെ പറയുന്ന ഒരു സത്യമാണോ അത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഈ സിനിമ. പിന്നെ ജാലക്കാരിയിലേക്ക് വരുമ്പോ ആദ്യം കേട്ടപ്പോ എനിക്ക് കൊള്ളാലോ, നല്ല പാട്ടാന്ന് തോന്നി. പക്ഷെ കേൾക്കും തോറും ഇഷ്ടം കൂടി വരുന്ന ഒരു പാട്ടാ. നമുക്ക് ചില പാട്ടുകൾ ആദ്യമേ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു ഇഷ്ടം ഫെയ്ഡ് ആവും. പക്ഷെ ഈ പാട്ട് അങ്ങനെയല്ല. ഈ പാട്ട് കേൾക്കും തോറുമാണ് ഇഷ്ടം കൂടി വരിക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ പാട്ട് റിലീസായിട്ട് ആദ്യത്തെ ഒരു 3 ദിവസം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസും അത്യാവശ്യം വ്യൂസ് എല്ലാം കയറി. പക്ഷെ അങ്ങനെ ഞാൻ ഇതിന്റെ ഹുക്ക് സ്റ്റെപ്പ് ഒക്കെ റീക്രിയേറ്റ് ചെയ്ത് കാണുമെന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ടായി. പക്ഷെ ആദ്യത്തെ 3 ദിവസം ഒന്നും കണ്ടില്ല.
പിന്നെ അങ്ങോട്ട് ഒരു ഒരു ചാകര ഇപ്പൊ വരുന്ന പോലെ സോഷ്യൽ മീഡിയ ഭരിക്കുന്നതേ ജാലക്കാരിയാ. സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് അത് ദൈവം എത്തിച്ചു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാര്യം അത് സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ അതൊരു മാർക്കറ്റിംഗ് മെറ്റീരിയലായി മാറിയത്. ഷെയ്ൻ അടിപൊളി നടനാണ്, നല്ല കിഡിലൻ ഡാൻസറാണ്. രണ്ടുപേരും പാടുന്നോ? അയ്യോ, എനിക്ക് വയ്യാണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരാതിരുന്നു. ഞാൻ സൂമിൽ ജോയിൻ ചെയ്തത് എനിക്ക് തീരെ വയ്യ, കോൾഡും പനിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. ഷെയ്ൻ, ഇപ്പം നമ്മൾ ഈ സിനിമ കാണുമ്പോഴില്ലേ കുറേ ഭാഗത്തൊക്കെ തമിഴ് സംസാരിക്കുന്നുണ്ട്. അപ്പം തമിഴിലും പടം എടുത്തിരുന്നു തോന്നണു അല്ലേ? അങ്ങനെയല്ല, ഈ സിനിമ ശരിക്കും ഇപ്പോ ഈ മലയാളത്തിൽ ഇറങ്ങിയ വെർഷൻ എന്ന രീതിയിൽ തന്നെയാണ് ഈ പടം എടുത്തത്. ഈ പടത്തിന്റെ ആദ്യത്തെ ഗ്ലിംസും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു സജഷനാണ് നിങ്ങൾ തമിഴിലും കൂടി ഈ സിനിമ മുഴുവനായി ഡബ് ചെയ്തിട്ട് ഇറക്കണം എന്നുള്ളത്. ഇത് ഒറിജിനലി ഈ പടത്തില് 60% മലയാളവും 40% തമിഴുമാണ് ഈ പടം ഒറിജിനലി. കാരണം അത് നടക്കുന്നത് ബോർഡറിലാണ്. ആ ബോർഡറിൽ ശരിക്കും അവിടുത്തെ ആൾക്കാർ അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു തമിഴാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് അവർ അവിടെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. മിക്സ് ചെയ്തിട്ടുള്ള രീതികളാണ്. കാര്യം ബോട്ട്സിലാണെങ്കിലും തമിഴ് മലയാളം ഉണ്ട്. അത് അവിടെ അങ്ങനെയാണ്. നമ്മൾ ആ ഒരു റിയൽ സിനാരിയോ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ ഓക്കെ. ഇപ്പം ഷെയ്ൻ്റെ ഇതുവരെയുള്ള സിനിമകൾ എനിക്ക് തോന്നുന്നു ഇറങ്ങിയിട്ട് ഇപ്പം 25 സിനിമകളിൽ ഞാനൊരു നിശ്ചയമായിട്ട് ഒരു 10-18 കണ്ടിട്ടുണ്ടാവും, പൂർണ്ണമായിട്ടും കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതുവരെയുള്ള ഒരു കരിയർ വെച്ച് നോക്കുകയാണെങ്കിൽ ബാൾട്ടിയിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഷെയ്നെ അല്ല കാണാൻ പറ്റുന്നത്. ഒന്ന് ചെറുതായിട്ട് കറക്റ്റ് ചെയ്തോട്ടെ, ബാൾട്ടി അല്ല ബൾട്ടി. ബൾട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ബൾട്ടിയിലേക്ക് വരുന്ന സമയത്ത് അപ്പം ഇതുവരെ കണ്ട പോലെയല്ല, കുറച്ച് വേറൊരു ടൈപ്പ് ഓഫ് ഷെയ്നെ കാണാൻ പറ്റും. അതിപ്പം ആക്ഷനിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഒക്കെയും. അപ്പം ബൾട്ടി ഈ കരിയറിൽ മറ്റൊരു ടേണിംഗ് ആവും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്നിപ്പോ പടം ഇറങ്ങിയിട്ട് 6-ാമത്തെ ദിവസമാണ്. അതെ, വെനസ്ഡേ. അതെ, 6-ാമത്തെ ദിവസം. ഇന്ന് 6-ാമത്തെ ദിവസം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എനിക്ക് ഇത്രയും നാളും കിട്ടിയ സിനിമകളിൽ നിന്ന് കിട്ടിയ റെസ്പോൺസിനേക്കാളും വളരെയധികം മേളിലാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന കാര്യം. ഓരോ പോയിന്റിൽ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയധികം റിവ്യൂസ് ആണ് വരുന്നത്. എനിക്ക് അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കണ്ട ജനങ്ങളാണ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. അവരാണ് ഈ സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ PR ചെയ്യുന്നത്. അവരാണ് ഈ സിനിമയെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്നത് എന്ന് ഉള്ളത് മാനിച്ചുകൊണ്ട് പറയുവാണെങ്കിൽ എന്റെ കരിയറിൽ ഇതൊരു വലിയൊരു സിനിമ തന്നെയാണ്. ഇനി അങ്ങോട്ടേക്കുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്, എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഈ ദിവസം വരെ ഞാൻ ഇത്രയും നാളും എനിക്ക് കിട്ടിയ റെസ്പോൺസ് പോലത്തെ അല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് മേളിലാണ് എനിക്ക് ബൾട്ടിയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ. ഇപ്പം സിനിമ കണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവും, പ്രതികരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പം തങ്ങി നിൽക്കുന്ന ഒരു പ്രതികരണം, ആരെങ്കിലും പറഞ്ഞ കമന്റ് എന്തെങ്കിലും ഉണ്ടോ ഷെയ്ൻ? തങ്ങി നിൽക്കുന്നത് അങ്ങനെ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഇപ്പം വേറെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരുപാട് പേര് കണ്ടു തുടങ്ങുന്നുള്ളൂ. സെലിബ്രിറ്റീസ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഇപ്പൊ ഡയറക്ടേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ എന്റെ അടുത്ത സിനിമ ചെയ്യാൻ പോണവരും, അങ്ങനെ അവരെല്ലാം ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത്. പടം വൈസ് ആണെങ്കിലും ആക്ടിങ് വൈസ് ആണെങ്കിലും അതിന്റെ ഫൈറ്റ് വൈസ് ആണെങ്കിലും ഓരോ സെക്ഷനും എടുത്തെടുത്ത് അതിനെ പ്രശംസിക്കുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്സ് എന്റെ വീട്ടിലുള്ള എന്റെ ഫാമിലിയാണ്. അവര് എത്ര ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും പൊക്കും. കാര്യം അവര് അങ്ങനെ ഇരുന്നായിരിക്കും പടം കാണുക. ഞാനപ്പോ ഭയങ്കര ടെൻഷനിലാണ്. ഫസ്റ്റ് ഡേ എനിക്ക് ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ദുബായിലോട്ട് പോകേണ്ടി വന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബൾട്ടിയുടെ. ആ സമയത്താണ് വീട്ടുകാർ പോയത്. വീട്ടുകാർ പോയപ്പോ ഞാൻ അവിടെ നല്ല ടെൻഷനിലാണ്. പടച്ചോനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവര്, അത് സത്യമായതേ പറയുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു ഇതുള്ളത്. അത് കഴിഞ്ഞ് ഫോൺ വന്നപ്പോഴത്തേക്കുമാണ് സമാധാനമായത്. അവർക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഓരോ രംഗങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മനസ്സിലായി, ഓക്കെ, ഇനി എനിക്ക് ടെൻഷനില്ല, ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം അതിലൂടെ തന്നെ എനിക്ക് വന്നത്. മൊത്തത്തിൽ ഇപ്പം ബൾട്ടിക്ക് വേണ്ടി കുറച്ച് മേക്ക് ഓവർ ചെയ്തിരുന്നു, ഹെയർ അടക്കം ഉണ്ടായി, ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്തിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് കബഡി, പാർക്കോർ ട്രെയിനിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ ഷൂട്ടിനിടയിൽ എന്തെങ്കിലും രസകരമായ ഓർമ്മകളൊക്കെ ഉണ്ടോ ഷെയ്ൻ? എല്ലാം രസകരമായ ഓർമ്മകൾ തന്നെയായി. എനിക്ക് ഈ സിനിമ
ഞങ്ങൾ ഈ 4 പേരും ആ ഒരു കഥാപാത്രങ്ങളിലേക്ക് എത്താനും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങിലേക്ക് എത്താനും ആദ്യത്തെ ഈ 40-45 ദിവസത്തെ ട്രെയിനിങ് ഭയങ്കരമായിട്ട് സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിനയിക്കുന്നത് ഈ 4 സുഹൃത്തുക്കളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ മെമ്മറബിൾ ആയിരുന്നു. പിന്നെ ഉണ്ണി ശിവലിംഗം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്റെ സമപ്രായക്കാരനാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സമപ്രായമുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ അഭിനയിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ രീതിയിലും നല്ല വൈബായിരുന്നു. അലക്സേ പുള്ളിക്കൽ ക്യാമറമാൻ, RDXന്റെ ക്യാമറമാൻ ആയിരുന്നു. അലക്സേന്റെ കൂടെ തിരിച്ചു ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എല്ലാരും സെറ്റിലുള്ള എല്ലാരും ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും നല്ല ഒരു സന്തോഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്തൊരു സിനിമയാണിത്. ഓക്കെ ഷെയ്ൻ, അപ്പോൾ ഒത്തിരി സന്തോഷം. എനിക്കറിയാം വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്, അപ്പം അതിനിടയിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് ഒരുപാട് സന്തോഷം ജോയിൻ ചെയ്തതിന്. ഞാൻ മനസ്സിലാക്കുന്നത് അതെ എന്റെ നമ്മൾക്ക് വയ്യായിക ഉണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന ഒരു സ്നേഹത്തിനുള്ള ഉള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയ്യായിക രണ്ടാമതാവുന്നു ആ സമയത്ത്. അതെ അതെ, പിന്നെ ടെൻഷൻ ഒന്നും വേണ്ട, കാരണം ബൾട്ടി ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ ഈ വളരെ അടുത്ത ദിവസമാണ് പോയി തിയേറ്ററിൽ കണ്ടത്. തിയേറ്റർ ഫുള്ളായിരുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് ഇനിയും തുടരുന്നു തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ വരട്ടെ, നല്ല നല്ല സിനിമകൾ ഇനിയും വരട്ടെ. ഇനി ഒരു ദിവസം ഈ ആരോഗ്യമൊക്കെ സെറ്റായിട്ട് ഒരു ദിവസം ഫ്ലോറിലേക്ക് വരണം കേട്ടോ. ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പോൾ ഓക്കെ, നല്ലൊരു ദിവസം കൂടി ആവട്ടെ ഷെയ്ൻ ഇന്ന്. താങ്ക് യു. ബൈ. ഓക്കെ, ബൈ ബൈ.